ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ചാൽ, പൊന്നു ഗുരുവായൂരപ്പനെ ഭജിച്ചാൽ പെട്ടെന്നാണ് കണ്ണൻ്റെ കൃപ ഉണ്ടാവുക. ഗുരുവായൂരിൽ പോയി തൊഴുതാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒരു ഉന്മേഷം ഉണ്ടാകാറില്ലേ? ഒരു കുടുംബത്തിലെ ആധാര ബിന്ദു എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലെ സ്ത്രീ തന്നെയാണ്. കുടുംബത്തിലെ എല്ലാ വിഷമങ്ങളും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെയാണ്. വീട്ടിൽ ആർക്കെങ്കിലും സുഖമില്ലാതെയായാൽ, മക്കൾ പഠിപ്പിൽ പിന്നോട്ട് പോയാൽ, ഭർത്താവിന് ജോലിയിൽ പ്രശ്നം വന്നാൽ, വീട്ടിൽ ആർക്കെങ്കിലും സുഖമില്ലാതെയായാൽ, അങ്ങനെ കുടുംബത്തെന്ത് വന്നാലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെയാണ്. ഒരു കുടുംബത്തിലെ സ്ത്രീ നാമം ജപിച്ചാൽ, അമ്പലത്തിൽ പോയാൽ അതിൻ്റെയൊക്കെ ഗുണം അവൾക്ക് മാത്രമല്ല, ആ കുടുംബത്തിലെ മൊത്തം ആളുകൾക്കുമാണ്. സുമംഗലയായ ഒരു സ്ത്രീ ആ താലി ധരിച്ച് അമ്പലത്തിൽ പോയി ഭഗവാന്റെയോ ഭഗവതിയുടെയോ നടയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഗുണം ആ ഭർത്താവിനും അവളുടെ മക്കൾക്കും കൂടിയല്ലേ? താൻ പ്രസവിച്ച മക്കൾക്ക് വേണ്ടി ഒരമ്മ പ്രാർത്ഥിക്കുമ്പോൾ അത് ഈശ്വരന് കേൾക്കാതിരിക്കാനാകുമോ? അതാണ് ഒരമ്മയുടെ മഹത്വം, അമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തി. കുടുംബത്തിലെ സ്ത്രീയെ ലക്ഷ്മി ദേവി എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. ഒരു സ്ത്രീയുടെ കണ്ണുനീർ വീണാൽ കുടുംബത്ത് നാശമുണ്ടാകും. കുടുംബത്തെ സ്ത്രീകൾ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ പോലും അത് ആ ഭക്ഷണത്തെ ബാധിക്കും എന്നല്ലേ പറയാ? ഇത്രയൊക്കെ കഷ്ടപ്പെടുന്ന സ്ത്രീക്ക് എല്ലാവിധ ഐശ്വര്യവും ധൈര്യവും സർവാഭീഷ്ട സിദ്ധിയും ഉണ്ടാകാൻ വേണ്ടി ജപിക്കുന്ന ഒരു ശ്രീകൃഷ്ണ മന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കാലത്തോ വൈകിട്ടോ കുളിച്ച് വിളക്ക് വെച്ച ശേഷം ശ്രീകൃഷ്ണനെയോ ഗുരുവായൂരപ്പനെയോ മനസ്സിൽ വിചാരിച്ച്, ഇനി അതുമല്ല എങ്കിൽ നമ്മളുടെ പൊന്നുണ്ണിക്കണ്ണൻ വെണ്ണയുമായിരിക്കുന്ന രൂപം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ മന്ത്രം ഒന്ന് ജപിക്കൂ. മന്ത്രം ഇതാണ്: ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ നമ. ഈ നാമം ഒരു 108 തവണ ജപിച്ചാൽ ഒരു വരം കിട്ടുന്നത് പോലെ സർവാഭീഷ്ട സിദ്ധി തന്നെ ഭഗവാൻ തരും. വിദ്യയ്ക്ക്, യശസ്സിന്, സമ്പത്തിന്, നന്മയ്ക്ക്, ഐശ്വര്യത്തിന് എല്ലാം ഉണ്ടാകാൻ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ജപിച്ചാൽ എത്രയും വേഗം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതാണ്. ഭഗവാന്റെ മുന്നിൽ അർപ്പിക്കുന്ന നേദ്യം പോലെ ഇത് നിത്യവും ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കൂ. ശത്രുദോഷം, അസുഖങ്ങൾ, ദാമ്പത്യക്ലേശം, വിവാഹ തടസ്സം ഇതെല്ലാം നീക്കി ഭഗവാൻ നിങ്ങൾക്ക് ഭാഗ്യവും സംരക്ഷണവും നൽകാൻ ഇത് ജപിക്കുന്നത് വളരെ ശക്തമായൊരു മന്ത്രം കൂടിയാണിത്. ഒന്ന് പറഞ്ഞോട്ടെ, ഇത് പുരുഷന്മാർക്കും ജപിക്കാവുന്നതാണ് കേട്ടോ. എല്ലാവരും ഇതുകൂടി നിങ്ങളുടെ നിത്യനാമജപത്തിൽ പെടുത്തണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. പൊന്നു ഗുരുവായൂരപ്പൻ്റെ എല്ലാ ഭക്തന്മാർക്കും ഭഗവാന്റെ ഒരു നാമം കമൻ്റായിടാൻ മറക്കരുതേ. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണമസ്തു.